നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. ദന്തചികിത്സാ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ കേസിൽ അന്വേഷണത്തിനിടെ പുതിയ ഓഡിയോ തെളിവുകൾ പുറത്തുവന്നിട്ടുണ്ട്. നിതിൻ എന്ന പേരുള്ള ഒരാളുടെ സാധ്യതയുള്ള പങ്കാളിത്തത്തിലേക്കാണ് ഈ തെളിവുകൾ വിരൽ ചൂണ്ടുന്നത്. അധ്യാപകന്റെ ബന്ധപ്പെടൽ വിവരങ്ങൾ ഒരു വായ്പാ ആപ്പുമായി പങ്കുവയ്ക്കുന്നത് നിതിൻ നിരസിച്ചുവെന്ന് കോളേജ് പ്രിൻസിപ്പൽ അവകാശപ്പെട്ടെങ്കിലും ഇതിന് വിരുദ്ധമായ തെളിവുകൾ ഇരയുടെ കുടുംബം ഹാജരാക്കി. ഉപദ്രവവും മാനസിക സമ്മർദ്ദവും ഉൾപ്പെടെ പല കോണുകളിൽ നിന്നാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. വിദ്യാർത്ഥി സമ്മർദ്ദവും മെച്ചപ്പെട്ട ക്യാമ്പസ് പിന്തുണാ സംവിധാനങ്ങളുടെ ആവശ്യകതയും ഈ കേസ് വീണ്ടും മുന്നോട്ടുവയ്ക്കുന്നു. ഈ അക്കാഡമിക് വർഷം മുതൽ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ പ്രമോഷന് കുറഞ്ഞ മാർക്ക് നിർബന്ധമാക്കുന്ന നയം കേരള വിദ്യാഭ്യാസ വകുപ്പ് അവതരിപ്പിച്ചു. നിശ്ചിത പരിധി കൈവരിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ ഏപ്രിൽ 28 മുതൽ പുനഃപരീക്ഷ എഴുതേണ്ടിവരും. അടിസ്ഥാന പഠനം ശക്തിപ്പെടുത്തുകയും മൊത്തത്തിലുള്ള വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുകയും ചെയ്യുകയാണ് നയത്തിന്റെ ലക്ഷ്യം. എന്നാൽ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾക്ക് അധിക സമ്മർദ്ദവും മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസ അന്തരീക്ഷം മാനസികാരോഗ്യത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും സംബന്ധിച്ച് രക്ഷിതാക്കളും അധ്യാപകരും ആശങ്ക പ്രകടിപ്പിച്ചു. കേരളമാകെ താപനില ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 12 ജില്ലകളിലാണ് അലർട്ട് നിലവിലുള്ളത്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിനെ സമീപിക്കാമെന്നും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താമെന്നും മുന്നറിയിപ്പുണ്ട്. ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഒഴിവാക്കാൻ ജലപാനം ഉറപ്പാക്കുക, ഉച്ചക്കാല സൂര്യപ്രകാശം ഒഴിവാക്കുക, വയോധികർക്കും പുറംജോലി ചെയ്യുന്നവർക്കും പ്രത്യേക ശ്രദ്ധ നൽകുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകി. ഉയർന്ന അൾട്രാവയലറ്റ് നില വിഷുകാലത്ത് അസ്വസ്ഥത വർദ്ധിപ്പിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴയിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ പെട്ടെന്ന് തീപിടുത്തമുണ്ടായി. ഇതോടെ രോഗികളും ജീവനക്കാരും ഭീതിയിലായി. അഗ്നിശമന സേന ഉടൻ തന്നെ ഇടപെട്ട് എല്ലാ രോഗികളെയും സുരക്ഷിതമായി പുറത്തേക്ക് മാറ്റി. വലിയ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീ വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കി. ഉയർന്ന ചൂടുള്ള സാഹചര്യത്തിൽ തിരക്കേറിയ ആശുപത്രികളിൽ ഇത്തരം അപകട സാധ്യതകൾ വർദ്ധിക്കുന്നതിനാൽ കേരളത്തിലെ പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളിലെ അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും പുനഃപരിശോധിക്കാൻ ഈ സംഭവം കാരണമായി. സംരക്ഷിതമായ ബ്രാഹ്മണി ചീലയെ വിനോദത്തിനായി ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ആലപ്പുഴയിലെ ഒരു റെസ്റ്റോറന്റിൽ പോലീസ്, വനം വകുപ്പ് സംയുക്തമായി റെയ്ഡ് നടത്തി. പക്ഷിയെ രക്ഷപ്പെടുത്തി വന്യജീവി ഉദ്യോഗസ്ഥർക്ക് കൈമാറി. റെസ്റ്റോറന്റിന്റെ ഉടമയ്ക്ക് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസുകൾ നേരിടേണ്ടിവരും. ഇത് ക്രൂരമായ നടപടിയാണെന്ന് പീറ്റ കടുത്ത ഭാഷയിൽ അപലപിച്ചു. സംസ്ഥാനമാകെ ടൂറിസം കേന്ദ്രങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മൃഗങ്ങളുടെ ചൂഷണം തടയാൻ കർശന നടപടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അടുത്തെത്തുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യുഡിഎഫിനുള്ളിൽ അടുത്ത മുഖ്യമന്ത്രിയാരാകുമെന്ന ചർച്ചകൾ ശക്തമായി. വിജയമുണ്ടായാൽ നേതൃത്വം കൈകാര്യം ചെയ്യാൻ മുതിർന്ന നേതാക്കൾ തന്ത്രപരമായി നീക്കങ്ങൾ നടത്തുന്നതായാണ് സൂചന. കേരള രാഷ്ട്രീയത്തിലെ ഉയർന്ന പന്തയങ്ങളെയാണ് ഈ മ്യൂസിക്കൽ ചെയർ അവസ്ഥ പ്രതിഫലിപ്പിക്കുന്നത്. മെയ് 4 ശേഷമുള്ള സർക്കാർ രൂപീകരണവും നയദിശകളും ഇതിലൂടെ നിശ്ചയിക്കപ്പെടും. കേരള ലോട്ടറി വകുപ്പ് ഏപ്രിൽ 15, 26 വർഷം ധനലക്ഷ്മി DL 48 നറുക്കെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 1 കോടി രൂപയുടെ ഒന്നാം സമ്മാനം ഉൾപ്പെടെ മറ്റ് വിഭാഗങ്ങളിലെ വിജയികളും ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ഓൺലൈനിലും അധികൃത കേന്ദ്രങ്ങളിലും ടിക്കറ്റുകൾ പരിശോധിച്ചു. വിഷു ഉത്സവകാലത്ത് സാമ്പത്തിക ഭാഗ്യത്തിന്റെ സ്വപ്നങ്ങളുമായി ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പ് സംസ്ഥാനമാകെ വലിയ ആവേശം സൃഷ്ടിച്ചു. 2011 സെൻസസ് ഡാറ്റ ഉപയോഗിച്ചുള്ള ഏതൊരു ഡിലിമിറ്റേഷൻ നടപടിയെയും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ശക്തമായി എതിർത്തു. ഫലപ്രദമായ കുടുംബ നിയന്ത്രണ നയങ്ങൾ കാരണം കുറഞ്ഞ ജനസംഖ്യാ വർധനയുള്ള കേരളത്തിന് ലോക്സഭ പ്രതിനിധിത്വം കുറയാൻ സാധ്യതയുണ്ടെന്ന് എക്പീറ്റുകൾ മുന്നറിയിപ്പ് നൽകി. പുതിയ സെൻസസ് അടിസ്ഥാനമാക്കിയുള്ള നീതിപൂർവമായ സമീപനം ആവശ്യപ്പെട്ട് ശബ്ദമുയരുകയാണ്. തെക്കൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ സ്വരം സംരക്ഷിക്കാനായി പേരാമ്പ്ര മണ്ഡലത്തിൽ വോട്ടർമാരെ സാമുദായികമായി ധ്രുവീകരിക്കാൻ വിവാദ ഓഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ചതായി ആരോപിച്ച് UDF CPIM-നെ രൂക്ഷമായി വിമർശിച്ചു. എല്ലാ പരിധികളും ലംഘിച്ചതായും ബിജെപിയുടെ തന്ത്രങ്ങളെക്കാൾ മോശമാണിതെന്നും നേതാക്കൾ ആരോപിച്ചു. ഈ വിവാദം കേരളത്തിലെ മതനിരപേക്ഷതയും നൈതിക പ്രചാരണവും സംബന്ധിച്ച ചർച്ചകൾ ശക്തമാക്കി. വനനശീകരണവുമായി ബന്ധപ്പെട്ട മണ്ണിടിച്ചിൽ, നഴ്സുമാർക്ക് കുറഞ്ഞ വേതനം, ജീർണിച്ച അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ ചൂടേറിയ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അവഗണിക്കപ്പെട്ടുവെന്ന് വിശകലനക്കാർ അഭിപ്രായപ്പെട്ടു. മസാല രാഷ്ട്രീയമാണ് ചർച്ചകളിൽ ആധിപത്യം ചെലുത്തുന്നതെന്ന് വോട്ടർമാർ നിരാശ പ്രകടിപ്പിച്ചു. ഉയർന്ന സാക്ഷരതയും ബോധവുമുള്ള കേരളത്തിലും പരിസ്ഥിതി നാശവും ഉപജീവന വെല്ലുവിളികളും വലിയ സമ്മർദ്ദമായി തുടരുന്നു.
ഏപ്രിൽ 15-ന് ആയിരക്കണക്കിന് ഭക്തർ പുതിയ മലയാള വർഷത്തിലെ സമൃദ്ധിക്കായി ആശീർവാദം തേടി ശബരിമലയിൽ വിഷുക്കണി ദർശനത്തിനായി എത്തി. കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ചടങ്ങുകൾ നടന്നത്. കടുത്ത ചൂടിനും തിരഞ്ഞെടുപ്പാനന്തര രാഷ്ട്രീയ അന്തരീക്ഷത്തിനുമിടയിൽ ആത്മീയ ഭക്തിയും ഉത്സവാത്മകതയും പർവ്വതക്ഷേത്രത്തിൽ ഒന്നിച്ചു. സുപ്രീം കോടതി കൊളീജിയം പ്രീത അരവിന്ദനും ലിസ് മാത്യുവും എന്ന അഭിഭാഷകരെ കേരള ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിക്കാൻ ശുപാർശ ചെയ്തു. ലിംഗവൈവിധ്യം വർദ്ധിപ്പിക്കുകയും സംസ്ഥാന നീതിപീഠം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കുടുംബ നിയമവും പരിസ്ഥിതി വിഷയങ്ങളും ഉൾപ്പെടെയുള്ള കേസുകളിൽ കൂടുതൽ ഉൾക്കൊള്ളുന്ന ബെഞ്ചുകൾ വഴി വേഗത്തിലുള്ള നീതി ലഭിക്കുമെന്ന് നിയമവൃത്തങ്ങൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പീറ്റ ഇന്ത്യയും അനിത ഡോങ്റെ ഫൗണ്ടേഷനും തൃശൂരിലെ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിന് ജീവവലുപ്പത്തിലുള്ള റോബോട്ടിക് ആന ദാനം ചെയ്തു. ഉത്സവങ്ങളിലും എഴുന്നള്ളിപ്പുകളിലും ജീവനുള്ള ആനകൾക്ക് പകരം ക്രൂരതരഹിതമായ മാർഗ്ഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. മൃഗാവകാശ പ്രവർത്തകർ ഇതിനെ ശോഷണം കുറയ്ക്കുന്ന പുരോഗമനപരമായ നടപടിയായി സ്വാഗതം ചെയ്തു. കണ്ണൂർ പോലീസ് ഒരു കാറിന്റെ രഹസ്യാറയിൽ നിന്ന് 2,65 ലക്ഷം രൂപ പണം പിടിച്ചെടുത്തു. 2 പേരെ അറസ്റ്റ് ചെയ്തു. പിടിച്ചെടുത്തത് സംശയാസ്പദമായ അനധികൃത സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണെന്ന് സൂചന. കള്ളപ്പണവും സാമ്പത്തിക കുറ്റകൃത്യങ്ങളും തടയാനുള്ള സംസ്ഥാനത്തിന്റെ ശ്രമങ്ങൾ ഇതിലൂടെ വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടു. ചൂട് കൂടുകയും കൂളിംഗ് ഉപകരണങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുകയും ചെയ്തതിനെ തുടർന്ന് കേരളം ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പീക്ക് വൈദ്യുതി ആവശ്യം അനുഭവപ്പെട്ടു. ഈ ആവശ്യകത സ്ഥിരതയോടെ നിറവേറ്റാൻ അടിസ്ഥാന സൌകര്യ വികസനവും പുതുക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ കൂടുതൽ സംയോജനവും ആവശ്യപ്പെട്ട് അധികൃതർ രംഗത്തെത്തി. ദീർഘകാല വൈദ്യുതി പദ്ധതിയുടെ ആവശ്യകത ഇതിലൂടെ വ്യക്തമാകുന്നു. കേരളത്തിലെ ഒരു നിയമവിദ്യാർത്ഥിനി കൊൽക്കത്തയിലെ ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണ് ദാരുണമായി മരിച്ചു. സംഭവത്തിന്റെ സാഹചര്യങ്ങൾ പോലീസ് അന്വേഷിച്ചുവരികയാണ്. സംസ്ഥാനത്തിന് പുറത്തു പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷയും മാനസികാരോഗ്യ പിന്തുണയും സംബന്ധിച്ച ആശങ്കകൾ ഇതോടെ ശക്തമായി. ഇടുക്കിയിൽ പണത്തെച്ചൊല്ലിയ തർക്കത്തെ തുടർന്ന് യുവാവ് തന്റെ പ്രണയിനിയെ കുത്തിക്കൊലപ്പെടുത്തുകയും അവളുടെ മോട്ടോർസൈക്കിൾ മോഷ്ടിക്കുകയും ചെയ്തതായി റിപ്പോർട്ട്. പോലീസ് പ്രതിയെ തേടി അന്വേഷണം ആരംഭിച്ചു. ഗ്രാമീണ കേരളത്തിൽ യുവാക്കളിടയിൽ സംഘർഷപരിഹാര ബോധവൽക്കരണത്തിന്റെ ആവശ്യകത ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നു. കോഴിക്കോട് ജില്ലയിലുള്ള 13 നിയമസഭാ സീറ്റുകളും ജയിക്കുമെന്ന ആത്മവിശ്വാസം UDF നേതാക്കൾ പ്രകടിപ്പിച്ചു. ശക്തമായ സംഘടനയും ചരിത്രപരമായ വോട്ടിംഗ് പ്രവണതകളും അവർ ഉദാഹരിച്ചു. മെയ് 4-ന്റെ ഫലങ്ങൾക്ക് മുൻപുള്ള പോസ്റ്റ് പോൾ ചർച്ചകളിലാണ് ഈ അവകാശവാദം. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല UDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുകയാണെന്ന് അവകാശപ്പെട്ടു. LDF-നും NDA-ക്കുമെതിരായ രാഹുൽ ഗാന്ധിയുടെ ശക്തമായ പ്രചാരണമാണ് വിജയകാരണമെന്നു അദ്ദേഹം പറഞ്ഞു. വോട്ടെണ്ണൽ അടുത്തെത്തുമ്പോൾ പ്രതിപക്ഷ ക്യാമ്പിലെ ആത്മവിശ്വാസം ഇതിലൂടെ വ്യക്തമാകുന്നു. പോക്സോ സംബന്ധിച്ച കേസിൽ കേരള ഹൈക്കോടതിയുടെ പരാമർശം വ്യക്തിഗത നിയമങ്ങളിലെ വിവാഹപ്രായത്തിന്റെ നിയമവശങ്ങൾ ചർച്ച ചെയ്തു. ബാലസംരക്ഷണവും മതാചാരങ്ങളും തമ്മിലുള്ള സമതുലിതാവസ്ഥയും ഏകസിവിൽ കോഡുമായി ബന്ധപ്പെട്ട വാദങ്ങളും ഇതോടെ ശക്തമായി. ഭരണഘടനാപരമായ പ്രതിഫലനങ്ങൾ സംബന്ധിച്ച് നിയമവിദഗ്ധരും പ്രവർത്തകരും അഭിപ്രായങ്ങൾ പങ്കുവച്ചു. കേരള ക്രിക്കറ്റർ സഞ്ജു സാംസനെ മികച്ച T20 പ്രകടനങ്ങൾക്കായി ICC പുരുഷ പ്ലെയർ ഓഫ് ദ മന്തായി തെരഞ്ഞെടുത്തു. ഈ അംഗീകാരം മലയാളി ക്രിക്കറ്റ് ആരാധകരിൽ വലിയ അഭിമാനം സൃഷ്ടിച്ചു. ഉയർന്ന സമ്മർദ്ദ മത്സരങ്ങളിലെ സ്ഥിരതയാണ് ആഗോള അംഗീകാരത്തിന് കാരണം. വിഷുവിനൊപ്പം ഉയർന്ന താപനില തുടരുന്ന സാഹചര്യത്തിൽ ചൂട്, ക്ഷീണവും നിർജ്ജലീകരണവും സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. വയോധികർക്കും കുട്ടികൾക്കും പുറംജോലി ചെയ്യുന്നവർക്കുമാണ് പ്രത്യേക നിർദ്ദേശങ്ങൾ. സംസ്ഥാനമാകെ സുരക്ഷിതമായ ആഘോഷങ്ങൾക്കായി ജലപാനം, ലഘുവസ്ത്രങ്ങൾ, ഉച്ചക്കാല സൂര്യപ്രകാശം ഒഴിവാക്കൽ എന്നിവ ശുപാർശ ചെയ്തു. ഏപ്രിൽ 9-ാം തീയതിയിലെ നിയമസഭാ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട വിശദമായ ഡാറ്റ പുറത്തുവിടുന്നതിലെ താമസത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പൊതുജന വിശ്വാസം നിലനിർത്താൻ സുതാര്യത അനിവാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യാഖ്യാനിക്കാൻ ഭരണകക്ഷിയായ LDF-ഉം പ്രതിപക്ഷ UDF-ഉം തന്ത്രങ്ങൾ ഒരുക്കുകയാണ്. ഭരണനേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുകയാണ് LDF. ഭരണവിരുദ്ധ വികാരങ്ങളിലാണ് UDF ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ചില മേഖലകളിൽ നേട്ടം പ്രതീക്ഷിച്ച് NDA-യും രംഗത്തുണ്ട്. മെയ് 4-ന് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ കടുത്ത വാഗ്വാദങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നു.